വിശുദ്ധ കുർബാന കാണുവാൻ വേണ്ടി ദൈവാലയത്തിൽ വരുന്നവരാണ് ഇന്ന് പലരും. യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് എടുത്ത് കൊണ്ടുവരുന്നത് ദൈവമക്കൾക്ക് അനുഭവിക്കുവാൻ വേണ്ടിയാണ്. സൗകര്യത്തെ പ്രതിയും പല കാരണങ്ങൾ കൊണ്ടും അത് അനുഭവിക്കുന്നതിന് മറ്റൊരു സാഹചര്യം, മറ്റൊരു അവസരമാണ് ഇന്ന് വൈദികർ കണ്ടെത്തുന്നത്. അത് സുറിയാനി സഭയുടെ ശരിയായ ഒരു പാരമ്പര്യമൊന്നുമല്ല എങ്കിൽ കൂടിയും സാന്ദർഭികമായും പ്രായോഗിക തലത്തിലും അപ്രകാരം ചെയ്യുന്നു എന്ന് തന്നെയാണ്. എന്നാൽ വിശുദ്ധ കുർബാന അനുഭവത്തിന്റെ പ്രാധാന്യം എന്തുകൊണ്ടൊക്കെ ഇന്ന് കുറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പല പള്ളികളിലും ദൈവാലയങ്ങളിലും എല്ലാം കഴിഞ്ഞതിന് ശേഷം, എല്ലാവരെയും പിരിച്ചുവിട്ടതിന് ശേഷമാണ് വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായി വിശ്വാസികൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്നത്. അത് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയോടുള്ളതായ അതിന്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നതാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, യഥാർത്ഥ സുറിയാനി സഭയുടെ പാരമ്പര്യം അനുസരിച്ച് വിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത് ഓരോ വിശ്വാസിക്കും അത് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അത് പ്രായോഗിക തലത്തിൽ മറിച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. പെസഹ കുർബാന എല്ലാവരും അനുഭവിക്കുവാൻ താല്പര്യം കാണിക്കുന്നു. ഈ പെസഹ കുർബാന അനുഭവിക്കുവാനുള്ള താല്പര്യം പോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ അനുഭവം ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിനുള്ളതായ ചിന്ത ഈ പെസഹ പെരുന്നാൾ ദൈവമക്കൾ പ്രത്യേകമായി ധ്യാനാത്മകമായി ചിന്തിച്ച് അനുദിനമുള്ള പുതുക്കത്തിന് വിധേയമാക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിയെടുക്കുവാനുള്ള പരിശ്രമം നാം നടത്തണം. വർഷത്തിൽ ഒരിക്കൽ മാത്രം കുർബാന അനുഭവിക്കുന്ന അനുഭവത്തിൽ നിന്നും കഴിവുകളത്തോളം സന്ദർഭങ്ങളിലെല്ലാം വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് ദൈവമക്കൾക്ക് സാധിക്കണം. ഓരോ കുർബാന അനുഭവത്തിനും അബ്സല്യൂഷൻ പ്രാപിക്കണമെന്നോ അല്ലെങ്കിൽ വിശുദ്ധ കുമ്പസാരം നടത്തണമെന്നുള്ളത് നിബന്ധനകളൊന്നുമില്ല. അതും കാലാകാലങ്ങൾ വന്നു ചേർന്നിട്ടുള്ള ഒന്ന് തന്നെയാണ്. വിശുദ്ധ കുർബാനയുടെ ആദ്യോടന്തം അതിൽ സംബന്ധിക്കുന്നവർക്ക് അതിൽ ഹുസോയോ പ്രാർത്ഥന ചെല്ലുന്ന ഭാഗമുണ്ട് വിശുദ്ധ കുർബാനയിൽ. അതിൽ ധ്യാനാത്മകമായി പ്രത്യേകമായി ഒരുങ്ങി വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ഏതൊരു ദൈവ പൈതലിനും അവസാനമായിട്ടുള്ള അബ്സല്യൂഷനിലൂടെ വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അതിന് യാതൊരു തടസ്സവും നിലനിൽക്കുന്നില്ല. എന്നാൽ ഞാൻ അനുഭവിക്കുന്ന എന്റെ കർത്താവിന്റെ ശരീരവും രക്തവുമാണ് എന്നുള്ളതായ ബോധ്യത്തോടുകൂടി, വിശുദ്ധീകരണത്തോടുകൂടി, നല്ല ചിന്തയോടുകൂടി, സഹോദരങ്ങളോട് വെറുപ്പില്ലാതെ സഹജീവികളോടുള്ള സ്നേഹത്തിൽ അനുരഞ്ജനത്തിന്റെ ബലിയായി അർപ്പിക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ ആ ആത്മാവിലും അതേ ചിന്തയിലും അതേ അനുഭവത്തിലും നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ,